ഹലോ, അപ്പോൾ പ്രിയപ്പെട്ടവരെ, വളരെ ഇമ്പോർട്ടൻ്റ് ആയിട്ടുള്ള ഒരു ന്യൂസ് തന്നെയാണ് ഞാൻ പറയാൻ പോകുന്നത്. അതായത് ചൂട് ഇപ്പം നമ്മൾ അനുഭവിക്കുന്നത് ഒരു സാധാരണ വേനൽക്കാല ചൂടല്ല, ഇരട്ടിയായിട്ടുള്ള വല്ലാത്ത ഒരു ചൂടാണ് നമ്മൾ അനുഭവിക്കുന്നത്. കാരണം എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ഇത് ഇനി ഈ മാസം, അതായത് മെയ്യോടുകൂടി ഭയങ്കരമായിട്ട് കൂടാനുള്ള സാധ്യത ഉണ്ട് എന്നാണ് പറയപ്പെടുന്നത്. കാരണം എന്ന് വെച്ച് കഴിഞ്ഞാൽ പസഫിക് സമുദ്രത്തിലെ വെള്ളം ചൂടാകുന്നു എന്നാണ് കേൾക്കുന്നത്, ഭയങ്കരമായിട്ട് ചൂടാകുന്നു. അപ്പോൾ അത് ലോകമെമ്പാടുമുള്ള വായുവിലേക്ക് ഈ ഒരു ചൂട് പകരും എന്നുള്ളതാണ്. അതിന് എന്തോ ഒരു പേരും പറയുന്നുണ്ട്. അപ്പോൾ എന്തുതന്നെയാണെങ്കിലും നമ്മൾ നേരിടാൻ പോകുന്നത് ഭയങ്കരമായ ഒരു ചൂടാണ്. അപ്പോൾ അതുകൊണ്ട് തന്നെ നമ്മൾ അതിൻ്റേതായ ഒരു പ്രിക്കോഷൻ എടുത്തിരിക്കണം എന്നുള്ളതാണ്. അപ്പോൾ നമ്മൾ ശ്രദ്ധിക്കേണ്ട കുറേ കാര്യങ്ങളുണ്ട്. ഫസ്റ്റ്, നമ്മൾ ദാഹം വരാൻ വേണ്ടിയിട്ട് കാത്തിരിക്കരുത്. നമ്മൾ ഇടയ്ക്കിടയ്ക്ക് വെള്ളം കുടിച്ചുകൊണ്ടേ ഇരിക്കണം. വെള്ളം കുടിക്കുമ്പോൾ നിങ്ങൾ ശ്രദ്ധിക്കേണ്ടത് തിളപ്പിച്ചാറിയ വെള്ളം മാക്സിമം കുടിക്കാൻ നോക്കുക. അപ്പോൾ വെള്ളം ഇടയ്ക്കിടയ്ക്ക് കുടിച്ചുകൊണ്ടേ ഇരിക്കുക. നമുക്കൊരു തളർച്ച പോലെ എന്തെങ്കിലും വരുവാണെങ്കിൽ അപ്പോൾ തന്നെ നമ്മൾ വീർത്തിട്ടുണ്ടെങ്കിൽ ഫുൾ തുടച്ച്, തണുത്ത തുണി കൊണ്ട് ഫുൾ തുടച്ചതിന് ശേഷം നമ്മൾ എത്രയും പെട്ടെന്ന് നമ്മൾ ഹോസ്പിറ്റലിൽ സമീപിക്കുക എന്നുള്ളതാണ്. ഒരു പരീക്ഷണമായിട്ട് വെയിറ്റ് ചെയ്തത്. മാത്രമല്ല, ഈ രാവിലെ 11 മണിക്ക് മുന്നേയും അതുപോലെ തന്നെ വൈകുന്നേരം 4 മണിക്ക് ശേഷവും നിങ്ങൾ പുറത്തിറങ്ങി നടക്കുക. സാധനങ്ങളൊക്കെ വാങ്ങാനാണെങ്കിലും നിങ്ങൾക്ക് എന്തെങ്കിലും പുറത്തിറങ്ങേണ്ട ആവശ്യമുണ്ടെങ്കിലും ഒക്കെ ഈ ഒരു ടൈം നിങ്ങൾ നോക്കി ഇറങ്ങുക. കാര്യം അതിനിടയ്ക്കുള്ള ഒരു ടൈം എന്ന് പറയുന്നത് കടുത്ത ചൂടായിരിക്കും, നമുക്കത് താങ്ങാൻ പറ്റിയെന്ന് വരില്ല. പിന്നെ മാത്രമല്ല, നമുക്ക് വേനൽ മഴ എന്ന് പറയുന്ന ഒരു സംഭവം കിട്ടിയിട്ടില്ല. അപ്പോൾ അതുകൊണ്ട് തന്നെ വേനൽ മഴ കിട്ടാതെ വന്നു കഴിഞ്ഞാൽ നമ്മൾ അതിൻ്റെ പ്രത്യാഘാതം വലുതായി തന്നെ അനുഭവിക്കേണ്ടി വരും. അപ്പോൾ ഇത് കറണ്ട് ഉപയോഗിക്കുന്നവരുടെ അവസ്ഥയും ഇപ്പോൾ വളരെ കൂടുതലാണ്. ഓൾമോസ്റ്റ് ആൾക്കാരും AC ഉപയോഗിക്കുന്നത് കൊണ്ട് വൈദ്യുതി ഉപയോഗം ഭയങ്കരമായിട്ട് കൂടിയിട്ടുണ്ട്. അപ്പോൾ അതുകൊണ്ട് തന്നെ വൈദ്യുതി നിയന്ത്രണം വരാനുള്ള ചാൻസും കാണുന്നുണ്ട്. പിന്നെ അതുപോലെ അസുഖങ്ങൾ, ഈ AC കൂടുതലായി ഉപയോഗിക്കുന്നവരെ നേരിടുന്ന ഒരു വലിയ പ്രശ്നം, അസുഖങ്ങൾ വരാനുള്ള ചാൻസ് ഭയങ്കര കൂടുതലാണ്. അത് കഫക്കെട്ട്, ജലദോഷം, നീർക്കെട്ട് എല്ലാം അറിയാമല്ലോ നിങ്ങൾക്ക്. അങ്ങനെയുള്ള അസുഖങ്ങൾ നിങ്ങളെ വന്ന് പിടിക്കാനുള്ള ചാൻസ് ഉണ്ട്. അപ്പോൾ അതും നിങ്ങൾ ഭയങ്കരമായിട്ട് ശ്രദ്ധിക്കണം എന്നുള്ളതാണ്. പിന്നെ മാത്രമല്ല, കുട്ടികളെ സ്കൂളിൽ ആണെങ്കിലും കുട്ടികളിൽ ആ പകൽ സമയത്ത് പുറത്തിറക്കി കളിക്കാനായിട്ട് വിടരുത്. അവരിൽ നമുക്ക് പറയാൻ പറ്റത്തില്ല, ആ കുട്ടികളിൽ സൂര്യാഘാതം ഏൽക്കാനുള്ള ചാൻസ് ഉണ്ട്. പിന്നെ മാത്രമല്ല, പണിയെടുക്കുന്നവരുടെ കാര്യമാണ് ഇനി പറയാനുള്ളത്. പണിയെടുക്കുന്നവർ അതുപോലെ തന്നെ നിങ്ങൾ ധാരാളം വെള്ളം കുടിച്ചുകൊണ്ടിരിക്കുക. നിങ്ങൾക്ക് എന്ത് അസ്വസ്ഥത അനുഭവപ്പെട്ടാലും നിങ്ങൾ പെട്ടെന്ന് തന്നെ സൂക്ഷിക്കുക, ഹോസ്പിറ്റലിൽ പോകുക എന്നുള്ളതാണ്. പിന്നെ അതുപോലെ തന്നെ വെള്ളം ധാരാളമായിട്ട് അങ്ങ് ദുരുപയോഗം ചെയ്യരുത്. വളരെ ലിമിറ്റ് ചെയ്ത് ഉപയോഗിക്കണം. നമുക്ക് വെള്ളത്തിൻ്റെ കുറവ് വന്നാലും നമ്മൾ വല്ലാതെ കഷ്ടപ്പെടും. അതായത് വേനൽ ചൂട് അതികഠിനമായാൽ വെള്ളത്തിന് ദാരിദ്ര്യം വന്നേക്കാം. അപ്പോൾ അതും നമ്മൾ വളരെയധികം സൂക്ഷിക്കണം. അപ്പോൾ ഇത്രയും കാര്യങ്ങൾ വളരെ ഇമ്പോർട്ടൻ്റ് ആയിട്ട് എനിക്ക് നിങ്ങളോട് പറയാനുള്ളതാണ്. ഇത് നിങ്ങൾ ഇങ്ങനെ ചുമ്മാ കണ്ട് അങ്ങ് കളയരുത്. മാക്സിമം ആൾക്കാർക്ക് ഷെയർ ചെയ്ത് കൊടുക്കുക. ഇതുപോലത്തെ നല്ല കാര്യങ്ങളൊക്കെ ഒന്ന് സോഷ്യൽ മീഡിയയിൽ പടർന്ന് പന്തലിക്കട്ടെ, ഒരു കുഴപ്പമില്ല. ഇതൊക്കെ നല്ല കാര്യങ്ങൾ. അപ്പോൾ ഇതുപോലത്തെ നല്ല കാര്യങ്ങൾ നിങ്ങൾ ഷെയർ ചെയ്ത് കൊടുത്തോ, ഒന്നും നഷ്ടപ്പെടാനില്ല. മാക്സിമം ആൾക്കാരിലേക്ക് ഇത് എത്തിക്കുക. ഒരുപാട് പേർക്ക് ഇതിനെക്കുറിച്ച് അറിയില്ല. അവർ വിചാരിക്കുന്നത് ഒരു സാധാരണ വേനൽ കാലാവസ്ഥയാണ് എന്നാണ് എല്ലാവർക്കും അറിയാവുന്നത്. കാരണം അതുകൊണ്ട് തന്നെ അവരിതിന് അനുസരിച്ച് പ്രിക്കോഷൻസ് ഒന്നും എടുത്തിട്ടില്ല. അവർ നല്ലപോലെ ഇതിനെ നേരിടേണ്ടി വരും. അപ്പോൾ അതുകൊണ്ട് മാക്സിമം ഷെയർ ചെയ്ത് കൊടുക്കുക. ഓക്കെ.